ഹലോ ഗെയ്സ്, അപ്പോൾ നമ്മൾ ഇന്നൊരു സ്ഥലം വരെ പോവുകയാണ്. അപ്പോൾ നമ്മൾ ബസ്സിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മൾ ബസ്സിലാണ്, നമ്മൾ എടത്തുവപ്പള്ളിയിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് കാണുന്ന കാഴ്ചകളാണ് ഇതൊക്കെ. അപ്പോൾ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ നമ്മൾ വല്ലപ്പോഴും കൂടെയൊക്കെ കാണാറുള്ളൂ. കാരണം നമ്മൾ ഈ കിഴക്കൻ പ്രദേശങ്ങളിലോട്ടൊക്കെ അങ്ങനെ പോകാത്തതുകൊണ്ട് അവിടെയാണല്ലോ ഈ കായലും പാടവും തോട്ടവും ഒക്കെ ഉള്ളത്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്കും പിള്ളേർക്കും ഒക്കെ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ നമ്മളിങ്ങനെ ബസ്സിനകത്ത് നിന്ന് സൈഡ് സീറ്റ് കിട്ടാൻ വേണ്ടി എല്ലാവർക്കും ഭയങ്കര കൊതിയായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മളിവിടെ വന്ന് ഇറങ്ങിയതാ ഇങ്ങനെ ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന സമയമാണ്. അങ്ങനെ നമ്മൾ പള്ളിയിൽ എത്തിയിട്ട് അവിടുത്തെ നേർച്ചയായിട്ടുള്ളത് ഇങ്ങനെ ഇഷ്ടിക തലയിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ നമ്മൾ വലം വെക്കുന്ന ഒരു നേർച്ചയുണ്ട് അവിടെ. അപ്പം നമ്മൾ ആ നേർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കുമായിരുന്നു. അതെ, നമ്മുടെ കൂടുതലുള്ള ആൾക്കാരാണ് അതാ വരുന്നത്. ഇവാങ്കുടനെയും കണ്ണാച്ചനുമാണ് ഫ്രണ്ടിൽ നടക്കുന്നത്. കൂടെ അച്ചാച്ചനും ഉണ്ട്. പിന്നെ അതേ പുറകെ ശ്രീജാമമ്മയും വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാനും കാത്തുവും ഹിയാച്ചും കൂടി കൊണ്ട് സൈഡിലേക്ക് മാറി നിന്നായിരുന്നേ. കാരണം നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പം ഞാൻ പിള്ളേരുമായിട്ട് സൈഡിലോട്ട് മാറി നിന്നപ്പോഴാണ് അവർ പോയത്. അങ്ങനെ നമ്മൾ കുറേ സമയം പള്ളിയിൽ നിന്ന് പ്രാർത്ഥിക്കുകയും നേർച്ചകളൊക്കെ നടത്തുകയൊക്കെ ചെയ്തു കേട്ടോ. ഇങ്ങനെയൊക്കെ വല്ലപ്പോഴുമൊക്കെ നമുക്ക് വരാൻ പറ്റത്തുള്ളൂ. കാരണം ഭയങ്കര ഒരു സന്തോഷമാണ് ഇങ്ങനെ വരുന്നതൊക്കെ. ഒരു ഭയങ്കര ഇഷ്ടമാണ് സത്യം പറഞ്ഞാൽ. പള്ളിയിലൊക്കെ വരുന്നത് ഒരു മനസ്സിനൊരു സമാധാനവും സ്വസ്ഥതയും സന്തോഷവും ഒക്കെ തരുന്നൊരു കാര്യമായതുകൊണ്ട് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഇവിടെയൊക്കെ വരാനായിട്ട്. ഓടിപ്പോയി അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ പള്ളിയുടെ അടുത്ത് തന്നെ ഒരു കുഞ്ഞ് ഗാർഡൻ ഏരിയ ഉണ്ട്, മാതാവിൻ്റെ ഗ്രോട്ടോയൊക്കെ വെച്ചിരിക്കുന്ന. അപ്പോൾ അവിടേക്ക് ഞങ്ങൾ വന്നതാണ് കേട്ടോ. അവിടെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. നല്ല ഒരു വൈബുള്ള ഒരു സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് കുറേ ഫോട്ടോയൊക്കെ എടുക്കാനും പിന്നെ കുറേ സമയം സ്പെൻഡ് ചെയ്യാനും ഒക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നുന്ന ഒരു പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ. ഞങ്ങൾ അവിടെ വന്ന് കുറേ സമയം നിന്നേ. എന്ത് പൂവാടി കൊള്ളാല്ലേ. അങ്ങനെ ഫൈനലി 4 പേരും കൂടി ഫോട്ടോ എടുക്കാനായിട്ടുള്ള നല്ലൊരു സ്ഥലമൊക്കെ കണ്ടുപിടിച്ച് അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരാൾ അതിൻ്റെ പുറത്തേക്ക് ചാടി കയറാനായിട്ടൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ ഭയങ്കര പാടായിരുന്നുകൊണ്ട് പിന്നെ ഞാൻ തന്നെ കയറ്റി ഇരുത്തി കൊടുത്ത ആളിന്. അങ്ങനത്തെ ഇങ്ങനെ ഫോട്ടോ എടുക്കാനായിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അവരുടെ കണ്ണിൽ ഇതൊരു പാർക്ക് ഏരിയ പോലെയാണ് ഇവർക്ക് തോന്നിയതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അതുപോലത്തെ ഓട്ടവും ചാട്ടവും കളിയൊക്കെ ആയിരുന്നു. ഞാൻ പ്രാർത്ഥിക്കുന്ന സ്ഥലമാണെന്ന് പറഞ്ഞിട്ട് അവന്മാർ ഒരു അനുസരണയും ഇല്ലായിരുന്നേ. ഭയങ്കര ഇഷ്ടമായിരുന്നു അവിടെ 4 പേർക്ക് നിൽക്കാനായിട്ട്. അവർ നല്ല സന്തോഷമായിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് അടിച്ച് പൊളിച്ച് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ തന്നെയുള്ള വേറൊരു സ്ഥലത്തേക്ക് മാറി നിൽക്കുമായിരുന്നു. ആ സമയത്താണ് ഒരാളൊരു സാധനം കണ്ടുപിടിച്ചത് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ അതാ മൂലക്കായിട്ട് കാണുന്ന ഒരു പച്ച കിളികളുടെ കൂടായിരുന്നേ. അതിവനെങ്ങനെ കണ്ടുപിടിച്ചെന്ന് എനിക്കറിയത്തില്ല. അവരെയും കൊണ്ട് ആ സ്ഥലത്തോട്ട് പോകുന്നുണ്ടായിരുന്നു. നിറയെ ലവ് ബേർഡ്സ് ആയിരുന്നു തോന്നുന്നു അതിനകത്തോട്ട്. ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയില്ല. അവന്മാർ ജസ്റ്റ് പോയി അതൊക്കെ ഒന്ന് നോക്കിക്കൊണ്ടൊക്കെ നിൽക്കുമായിരുന്നേ കുറച്ച് സമയം. പിന്നെ അങ്ങനെ പോയി. ഇവിടെ റെഡ് ഡിഷ് വന്നിട്ടല്ലേ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് നല്ല ഭംഗിയുള്ളൊരു ഗാർഡൻ ഏരിയ ആണ് കേട്ടോ. പക്ഷേ ഗാർഡനിങ് ഒന്നും അങ്ങനെ നടക്കുന്നില്ലെന്ന് തോന്നുന്നു. ചില ചെടിച്ചട്ടിയിലൊക്കെ നിറച്ച് പുല്ലാണ് വളർന്നു നിൽക്കുന്നത്. കുറച്ചും കൂടെയൊക്കെ കാര്യമായിട്ട് ഇത് നോക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എനിക്ക് ഈ ചെടികളൊക്കെ വളർത്തുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായതുകൊണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് സമയം പിന്നെ ചിലവഴിച്ചിട്ട് പിന്നെ നമ്മൾ അടുത്ത ഏരിയ നോക്കി പോയി കേട്ടോ. നമ്മുടെ പിള്ളേരുടെ ഏരിയ ആയിരുന്നു. അവർക്കത് അവിടെ പോകണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് നിന്നുകൊണ്ടാണ് അങ്ങോട്ട് പോയത്. അത് വേറൊന്നുമല്ല, ഈ കളിപ്പാട്ടങ്ങളും സാധനങ്ങളൊക്കെ വിൽക്കുന്ന സ്ഥലമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഭയങ്കര പാടായിരുന്നു ഇവരെ നോക്കാനായിട്ട്. അവിടെ ചെന്നപ്പോൾ നമ്മുടെ ഇഹാച്ചിയുടെ ഭാഗത്തു നിന്നാണ് ശരിക്കും മോശമായ അനുഭവങ്ങൾ ഉണ്ടായത്. കാരണം ഇഹാച്ചിക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഭയങ്കര വെപ്രാളമാണ്. അവിടെ ഇങ്ങനെ കാണുന്ന സാധനങ്ങളൊക്കെ അവന് വേണം. അങ്ങനെ അവൻ ഓരോ സാധനങ്ങളും ഇങ്ങനെ നോക്കി വരുമായിരുന്നേ. ബാക്കി 3 പേരും വലിയ കുഴപ്പമില്ല എങ്കിലും അവന്മാർക്കും കുറച്ച് ഇളക്കമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഏത് സ്ഥലത്തോട്ട് പോകണം എന്നുള്ളൊരു വെപ്രാളത്തിലായിരുന്നു ഞങ്ങളെ. സത്യം പറഞ്ഞ ഒരു എക്സ്പോ ഏരിയയിലേക്ക് വന്ന പോലത്തെ ഒരു ഫീലായിരുന്നു. കാരണം അവിടെ പല സാധനങ്ങൾ വെറൈറ്റീസൊക്കെ ഉണ്ടായിരുന്നു കാണാനായിട്ട്. ഫുഡ്, സ്നാക്ക്, പിന്നെ കളിപ്പാട്ടങ്ങൾ, പിന്നെ അല്ലാതെ അല്ലറ ചില്ലറ കുറേ സാധനങ്ങൾ, ഡ്രസ്സസ്. എവിടെ തിരിയണമെന്നറിയാൻ മേലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടിക്കളിക്കുമായിരുന്നേ. അങ്ങനെ ഓരോ സ്ഥലത്തും ഇങ്ങനെ സ്റ്റക്കായി നിന്നിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അച്ഛനാണെങ്കിൽ ഭയങ്കര പാടുപെടുമായിരുന്നു ഇവന്മാരെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മേയ്ക്കാനായിട്ട്.
അങ്ങനെ ഞങ്ങൾ പിന്നെ ഓരോ സ്ഥലങ്ങളും ഇങ്ങനെ കയറി ഇറങ്ങി ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ കുറേ സമയം കണ്ട് നിൽക്കാൻ മാത്രമുണ്ട്. അതിനിടയ്ക്ക് ഞാനൊരു ബുഷിൻ്റെ വില തിരക്കിയതാണ്. ഭയങ്കര വിലയായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഒരാൾ കത്തിയൊക്കെ മേടിക്കുന്ന ഒരേ സ്ഥലത്ത് വന്നിരിക്കുന്നു. പലരും പല വഴിക്കായിരുന്നു പോയതെന്നുള്ളത് കൊണ്ട് പിന്നെ എങ്ങോട്ടൊക്കെയാണ് പോകുന്നതെന്ന് അറിയത്തില്ല. അതിൻ്റെ ഇടയ്ക്ക് പിള്ളേരെ ഒരാൾ ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ ഞാൻ ഒരു അടിപൊളി സ്ഥലം കണ്ടത്, ഏതെടുത്താലും 20 രൂപ. പിന്നെ ഞാൻ അവിടെ കൊണ്ടുപോയി കുറച്ച് നേരം നിർത്തിയിട്ട് ഏത് വേണേലും എടുത്തോ എന്ന് പറഞ്ഞ് നിൽക്കുമായിരുന്നു. അപ്പോൾ പിന്നെ കുറച്ച് സമയത്തേക്ക് നമുക്ക് സ്വസ്ഥയുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് സ്നാക്കും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്ന സ്ഥലത്ത് വന്ന് അതൊക്കെ വാങ്ങിച്ചിട്ട് നേരെ ഞങ്ങൾ പോയത് ഫുഡ് അടിക്കാനാണ്. കാരണം ഭയങ്കര വിശപ്പായിരുന്നു. അങ്ങനെ പിന്നെ ഫുഡ് അടി പരിപാടിയിലേക്ക് കടന്നേ. നല്ലൊരു ഊണായിരുന്നു കേട്ടോ. നല്ല ഒരു മീൻകറിയും മോരും അച്ചാറും തോരനൊക്കെ ആയിട്ട് നല്ല സൂപ്പർ ഒരു ഊണായിരുന്നു. അപ്പം ഞങ്ങൾ ചോറൊക്കെ കഴിച്ച് നന്നായിട്ട് എൻജോയ് ചെയ്തിട്ട് വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന പരുവാണിത്. അപ്പം പിള്ളേരെയൊക്കെ സെറ്റാക്കി ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഇടത്തുവ പള്ളിയിലെ പെരുന്നാളാണ്. അപ്പോൾ നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എപ്പോഴും ഫുഡ് ബ്ലോഗും വീഡിയോ ആയിട്ടൊക്കെ വരുന്ന നമ്മൾ ഇന്നിപ്പോൾ ഒരു ജസ്റ്റ് ഒന്ന് പുറത്ത് പോയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.